തെയ്യവും തിറയുമൊക്കെ ഒരു നാടിൻ്റെ സംസ്കാരമാണ്, തനിമയാണ് എന്നൊക്കെ ചെറുപ്പം മുതലേ കേട്ട് തന്നെയാണ് വളർന്നത്. എന്നാൽ എൻ്റെ കുട്ടിക്കാലത്തൊന്നും തെയ്യത്തെയോ തിറയെയോ അധികം ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഞാൻ വളർന്ന സാഹചര്യം തന്നെയായിരിക്കാം. ജനിച്ചത് ലോകനാർക്കാവിൽ, ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ അവിടുത്തെ ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാണ് ഞങ്ങളെ ഏറ്റവും സ്വാധീനിക്കുക. അതുകൊണ്ട് തന്നെ മധ്യമ പൂജാ സമ്പ്രദായങ്ങളോട് ഒരകൽച്ച പണ്ടേ ഉണ്ടായിരുന്നു. ഞാനുമായി ബന്ധപ്പെട്ട തറവാടുകളിൽ ശാക്തേയവും ഗുരു കാരണവ സങ്കല്പങ്ങളുമൊക്കെയാണ് എങ്കിലും അവിടെയും മധ്യമ പൂജകളില്ല തന്നെ. പുറത്ത് കാണിക്കാറില്ല എങ്കിലും അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം മധ്യമ പൂജകൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളോട് സത്യത്തിലൊരു വിശ്വാസമില്ലായ്മയും താല്പര്യക്കുറവും വല്ലാതെ ഉണ്ടായിരുന്നു മനസ്സിൽ. വ്യത്യസ്തമായ ആചാര സമ്പ്രദായങ്ങളെക്കുറിച്ചും നമ്മുടെ വിവിധതയെക്കുറിച്ചുമൊക്കെ അറിയാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ധാരണകളൊക്കെ തെറ്റായിരുന്നു എന്നെനിക്ക് മനസ്സിലായത്. അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തെയ്യം കാണാനും തൊഴാനുമൊക്കെ ഞാനും പോകാൻ തുടങ്ങി. എന്തിനിതൊക്കെ ഇപ്പോൾ പറയുന്നു എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നപ്പോൾ മക്കളെ ഇതൊക്കെ കാണിക്കാൻ അടുത്തെവിടെയെങ്കിലും തിറയുണ്ടോ എന്ന് ഉത്സവങ്ങളുടെ വിവരണങ്ങളും ചിത്രങ്ങളും അപ്പോൾ കൃത്യമായി പോസ്റ്റ് ചെയ്യുന്ന മുത്തുവിനോട് വിളിച്ചു ചോദിച്ചു. മുത്തുവാണ് വടകര ചെരണ്ടത്തൂരിൽ മൂഴിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തിറ നടക്കുന്നുണ്ട് എന്നറിയിച്ചത്. വീട്ടിൽ നിന്നും 10-15 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ അവിടെ എത്താൻ. വളരെ മനോഹരമായ അന്തരീക്ഷം, പുഴയുടെ തീരം. ഞങ്ങൾ ക്ഷേത്രനടയിലെത്തുമ്പോൾ കുട്ടിച്ചാത്തൻ നിറഞ്ഞാടുകയാണ്. കുട്ടികളോടും നാട്ടുകാരോടുമൊപ്പം ആർത്തട്ടഹസിച്ച് നൃത്തം വെച്ചാടുന്നു. കാവിലെയും അതുപോലെയുള്ള മറ്റു ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങളും ചടങ്ങുകളും ഒക്കെ കണ്ട എൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് ഇതൊക്കെ തികച്ചും വ്യത്യസ്തമായ അനുഭവമായിരുന്നു. കുട്ടികളോടൊപ്പം ആർത്തുല്ലസിച്ച് കൂക്കി വിളിച്ചു നടക്കുന്ന ദൈവമോ? പട്ടുതുണിയും കുരുത്തോലയും കൊണ്ട് വലിയ മുളയിലുണ്ടാക്കിയ ഭഗവതിയുടെയും ഗുളികൻ്റെയും പരദേവതയുടെയും കുട്ടിച്ചാത്തൻ്റെയും മുടികൾ, വർണ്ണപ്പകിട്ടാർന്ന കുട്ടിച്ചാത്തൻ്റെ വേഷം, തീപ്പന്തങ്ങളുമായുള്ള ഭീകരഭാവങ്ങൾ, തെങ്ങോളം ഉയരത്തിൽ കിരീടം ചൂടിയ ഗുളികൻ ദൈവം എന്ന അത്ഭുതം, കളരി അഭ്യാസത്തോടെ പ്രത്യക്ഷപ്പെടുന്ന പരദേവതാ വെള്ളാട്ടം, അമ്മഭാവവും ദേവീഭാവവും നിറഞ്ഞു നിൽക്കുന്ന പുഴയ്ക്കൽ ഭഗവതി. അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ദൈവീക ഭാവങ്ങളായിരുന്നു അത്. എന്നെ സംബന്ധിച്ച് ഏറ്റവും ആകർഷിച്ചത് ദൈവവേഷമിടുന്നവരുടെ കോലാധാരികളുടെ ഭാവവും വേഷപ്പകർച്ചയും ചിട്ടകളും തോറ്റംപാട്ടുകളുമൊക്കെയാണ്. പാരമ്പര്യമായി മലയ സമുദായത്തിൽപ്പെട്ടവരാണ് തെയ്യവും തിറയുമൊക്കെ കെട്ടിയാടാറ്. പണിക്കർ എന്നാണ് അവരെ പൊതുവെ വിളിക്കുക. അത് ജീവവായു പോലെ തപസ്സായി തലമുറ കൈമാറി ഇന്നത്തെ തലമുറ വരെ എത്തിച്ചതിൽ ആ സമുദായത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. വേഷമിടുന്നതിന് മുൻപുള്ള വ്രതങ്ങൾ, മുടി ചൂടുന്നതിന് മുൻപുള്ള പ്രാർത്ഥനയുമൊക്കെ ഭക്തിയോടെ നോക്കുന്ന ഒരാൾക്ക് ആത്മീയമായ വലിയ അനുഭവം തരുന്ന രംഗങ്ങളാണ്. കോലാധാരി ഭഗവതിയായി മാറുന്ന ഭാവങ്ങൾ അതിമനോഹരമാണ്. ഇതിലൊക്കെ അത്ഭുതമായി എനിക്ക് തോന്നിയത് തോറ്റം, നടവഴി പാട്ടുകളാണ്. ഭഗവതി സ്തുതികൾ ഏകദേശം മുഴുവനും ദേവീ മഹാത്മ്യത്തിൽ നിന്നുമെടുത്ത് തനത് ഗ്രാമീണമായ അവരുടെ ഭാഷയിൽ ചൊല്ലുന്നത് കേട്ടപ്പോൾ ശരിക്കും ആശ്ചര്യം തോന്നി. സാധാരണ ദേവീ ഉപാസകർ ദേവീ മഹാത്മ്യത്തിലുള്ളതുപോലെ സംസ്കൃതത്തിലാണ് ചൊല്ലാറ് എങ്കിൽ ഇവിടെ പണിക്കർ ചൊല്ലുന്നത് തനത് നാടൻ ഗ്രാമീണ ഭാഷയിലാണ്. എന്നാൽ ചൊല്ലുന്നത് രണ്ടും ഒന്നു തന്നെ. സനാതനധർമ്മത്തിൻ്റെ ഭംഗിയാണത്. മൂഴിക്കൽ ക്ഷേത്രത്തിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അവിടെ വേഷമിടുന്നതും വേഷം അലങ്കരിക്കുന്നതും തോറ്റം പാടുന്നതും ചെണ്ട കൊട്ടുന്നതും എന്ന് വേണ്ട അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് യുവാക്കളാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ കാരണവന്മാർ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കഴിഞ്ഞു എന്നർത്ഥം. അവർക്ക് വേദ പാഠശാലകളില്ല, പഠന കളരികളില്ല, സമുദായ മഠങ്ങളില്ല. അതൊന്നുമില്ലാതെ തന്നെ ആ ഗംഗാപ്രവാഹം അവരുടെ ഇന്നത്തെ തലമുറയിലും എത്തിയിരിക്കുന്നു. അഭിമാനിക്കാൻ ഇതിൽ പരം വലിയതായി മറ്റെന്തുണ്ട്? അല്പം സങ്കടം തോന്നിയ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. മനോഹരമായി ഭക്തിയോടെ തോറ്റം പാടുമ്പോൾ ആ ക്ഷേത്രസന്നിധിയിൽ നിശബ്ദത പാലിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും സംഘാടകർ. ആ പാട്ടിൻ്റെ ഭക്തി ആസ്വദിക്കാൻ ചുറ്റുപാടുമുണ്ടാക്കുന്ന ബഹളം ഒരു തടസ്സം തന്നെയാണ്. മൂഴിക്കൽ ഭഗവതി ക്ഷേത്രം മനോഹരമായ പ്രകൃതി ഭംഗിയിൽ നിലകൊള്ളുന്ന ക്ഷേത്രമാണ്. വടക്കൻ പാട്ടുകളുടെയും തച്ചോളി ഉദയനൻ്റെയും തേവർ വെള്ളൻ്റെയും കഥകൾക്ക് ഇവിടവുമായി ബന്ധമുണ്ട്.
സത്യക്കല്ലും ജലപരീക്ഷകളും ഒക്കെ നടന്ന ഇടം. ഇവിടെ കർക്കിടക വാവിന് ആയിരങ്ങൾക്ക് ബലിയിടാനുള്ള സൗകര്യം ഒരുക്കാറുണ്ട്. നവരാത്രിയിൽ എഴുത്തിനിരുത്തും വാഹന പൂജകളും ആയില്യം നാളിൽ നാഗക്കാവിൽ ആയില്യം പൂജയും ഒക്കെ നടക്കാറുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് സുപ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പുഴക്കടവിൽ ഇപ്പോൾ തന്നെ മാലിന്യങ്ങൾ നിറഞ്ഞു തുടങ്ങി. കൂടുതൽ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും വരുമ്പോഴും ആ ക്ഷേത്രത്തിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കാനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഒരിക്കൽ വടക്കേ മണ്ണിൽ തറവാട്ടിലെ ശ്രീദേവി അമ്മയ്ക്ക് മൂഴിക്കലിൽ ഒരു ഭഗവതി പ്രതിഷ്ഠ വേണം എന്ന സ്വപ്ന ദർശനമുണ്ടായത്രേ. കണ്ണൂരിൽ നിന്നും വന്ന ആ തറവാട്ടുകാർ അവരുടെ കുലദേവതയായ ചുഴലി ഭഗവതിയുടെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. ശ്രീദേവി അമ്മ എന്നും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നത്രേ. അങ്ങനെ ഒരിക്കൽ ആ അമ്മ പുഴക്കരയിൽ ക്ഷേത്ര സമീപത്ത് വെച്ച് ക്ഷേത്ര ദർശനത്തിനിടെ തന്നെ മരണപ്പെട്ടു. പുഴക്കരയിൽ നിന്നും മരണപ്പെട്ട ശ്രീദേവി അമ്മയാണ് പ്രശ്നവശാൽ പിന്നീട് പുഴയ്ക്കൽ ഭഗവതിയായി മാറിയത് എന്നാണ് സങ്കല്പം. ക്ഷേത്രം വടക്കേ മണ്ണിൽ നായർ തറവാടിൻ്റെതാണ്. കോലാധാരിയായി വന്ന് ദൈവമായി മാറുന്നത് മലയരും. മനുഷ്യൻ്റെ വിഷമങ്ങൾ അകറ്റാൻ ദൈവം കുടിയിരിക്കുന്ന മണ്ണിൽ പ്രാർത്ഥനകളോടെയും സാധനകളോടെയും ദൈവിക ചൈതന്യം തന്നിലേക്ക് ആവാഹിച്ചെടുത്ത് സ്വയം ദൈവമാകുന്ന സാധകർ. അവർ എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള തലത്തിലേക്ക് ഉയരുന്നു. ആ സാധകരെയും അതിൻ്റെ ആചാരങ്ങളെയും സംരക്ഷിക്കുന്ന ക്ഷേത്ര ഊരാളന്മാരും നാട്ടുകാരും. ഇവിടെ എല്ലാം ഒന്നാണ്. ഇങ്ങനെയുള്ള എല്ലാം ചേരുമ്പോൾ ഒന്നായി തീരുന്നു. പക്ഷികളും പാമ്പുകളും മരങ്ങളും ദൈവങ്ങളും ചേരുമ്പോൾ കാവാകുന്നത് പോലെ എല്ലാം ആ ഒന്നിൻ്റെ ഭാഗമായി തീരുന്നു. മറ്റു പലതിലും പെട്ട് അഹങ്കരിച്ചു പോകുന്ന നമ്മൾ പലപ്പോഴും ഇത് തിരിച്ചറിയാതെ പോകുന്നു എന്ന് മാത്രം. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, അവിടുത്തെ ദൈവത്തെ ഇഷ്ടമായോ എന്ന്. അതിനവൻ അവൻ്റെ ബാംഗ്ലൂർ സ്റ്റൈലിൽ പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ദറ്റ് അമ്മ ഗോഡ് ഈസ് സോ ഫ്രണ്ട്ലി. ആ അമ്മ ദൈവം ഒരു കൂട്ടുകാരി കൂടിയാണ് എന്ന്. അമ്മേ നാരായണ.